കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണല്ലോ കാളൻ. സദ്യയ്ക്ക് മാത്രമല്ല, ഇടയ്ക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കണം. വയറിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. വളരെ ചിലവ് കുറഞ്ഞ വീട്ടിലുള്ള 2 പച്ചക്കറി മാത്രം മതി ടേസ്റ്റി ആയിട്ട് നമുക്ക് കുറുക്ക് കാളൻ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായി അത്യാവശ്യം മൂത്ത നേന്ത്രക്കായ കട്ട് ചെയ്ത് കറയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതേ അളവിൽ ചേനയും കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചട്ടിയിലേക്ക് ഇട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കഷണങ്ങൾ വേവാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം. ഒരുപാടൊന്നും ഒഴിക്കണ്ട കേട്ടോ, നമ്മളിത് കുറുക്കിയല്ലേ ഉണ്ടാക്കണത്, അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ സിമ്മിലിട്ടും മയത്തിലൊന്ന് പച്ചക്കറികളൊന്ന് വേവണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിടുമ്പോഴത്തേക്കും അടിയിലൊന്നും പിടിക്കണ്ട, ഒന്ന് ശ്രദ്ധിക്കണം. ഇതാ കഷ്ണങ്ങളെല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടേ ഞാനിതിൽ കുറച്ച് കഷ്ണങ്ങൾ ഒരു 5-6 കഷ്ണങ്ങൾ ഇട്ടോ, കൂടുതലൊന്നും വേണ്ട, ഒന്ന് ഉടച്ച് ചേർക്കും. ഉടഞ്ഞ് ചേരുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ എനിക്ക് കറിക്ക്. എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായി തേങ്ങ ചിരവിയെടുക്കണം. തേങ്ങ ഒരു മിക്സി ജാറിലേക്കിട്ട് അതിലേക്ക് അല്പം ജീരകം ചേർക്കുക. പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തൈര് ചേർത്തിട്ട് അരയ്ക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. ഞാനിവിടെ അല്പം വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. കട്ടിയായിട്ട് അരച്ചെടുക്കണേ, കൂടുതൽ ലൂസായിട്ട് അരച്ചെടുക്കരുത്. ഇതാ കഷ്ണങ്ങളിലെ വെള്ളമെല്ലാം വറ്റി വന്ന് കറക്റ്റായിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ടൈമിലൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ഞാനിതിലേക്ക് വെള്ളം ചേർത്തതുകൊണ്ട് തന്നെ ഒന്ന് തിളച്ച് വറ്റി വരട്ടെ കേട്ടോ. ഒന്ന് അതിലുള്ള വെള്ളം കൂടി ഒന്ന് വറ്റി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കട്ട തൈര് എടുക്കണം. കൂടുതൽ പുളി പാടില്ല കേട്ടോ, ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതാ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടച്ച് വെച്ച കട്ടി തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. ചട്ടിയിൽ തന്നെ കറി തിളക്കിയല്ലോ, എല്ലാവർക്കും അറിയാലോ. ആ ചൂട് മതി തൈര് സെറ്റാവാൻ. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കിക്കൊള്ളണം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് മസ്റ്റാണ്. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കറി താളിച്ചൊഴിക്കണം. അതിനായി വെളിച്ചെണ്ണ ഒരു പാനിലിട്ട് ചൂടാക്കി കടുകും ഉലുവയും കൂടി മൂപ്പിച്ചെടുത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി മൂത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കുമോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുറുക്കുകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, അഭിപ്രായം പറയണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.